ഇനിയാണ് ഞാൻ പാരന്റിംഗ് എന്ന വാക്കിനെ അർത്ഥമാക്കിയിട്ട് സംസാരിക്കാൻ പോകുന്നത്. ഞാനടക്കമുള്ള അച്ഛന്മാർ, അമ്മമാർ, അധ്യാപകരെപ്പോഴും മാർക്ക് ഇത്തിരി കുറയുകയാണെങ്കിൽ, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോട് ആക്രോശിക്കുന്ന സമയത്ത് അവർ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന ഒരുപാട് പരീക്ഷകളെ, ആ പരീക്ഷകളെ നേരിടാനുള്ള അവരുടെ കരുത്തിനെയാണ് നമ്മൾ തോൽപ്പിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് കരുത്ത് നൽകേണ്ടത് നമ്മളാണ്. അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് വഴക്ക് കൂടുന്ന സമയത്ത് കാണുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിലുണ്ടാക്കുന്ന ആശങ്കകൾ ഒരുപാടാണ്. കുട്ടികളോട് നമ്മൾ കള്ളം പറഞ്ഞ് പഠിപ്പിക്കുന്ന സമയത്ത്, അതായത് ഒരു ഫോൺ വരുന്നു, ആ ഫോൺ വരുന്ന സമയത്ത് കുഞ്ഞിനോട് നമ്മൾ പറയുന്നു ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് എന്ന് നമ്മളൊരു കള്ളം പറയുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാവുന്നു. ഒഴിഞ്ഞ സ്ലേറ്റിൽ ഒരു ചോദ്യചിഹ്നം ഇട്ടുവെക്കുകയാണ് ആ കുട്ടി ചെയ്യുന്നത്. എന്തുകൊണ്ട് എൻ്റെ അച്ഛൻ കള്ളം പറഞ്ഞു? ഇത് ആ കുട്ടിയെ കള്ളം പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികളെ അതിരില്ലാത്ത ഏറ്റവും ഉയരത്തിലേക്ക് എത്തിക്കുവാനുള്ള അധികാരവും അവകാശവും നമുക്കാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമ്മൾ ഒരു റോൾ മോഡൽ ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനൊരു കഥ പറഞ്ഞു തരാം. ഇതൊരു സംഭവ കഥയാണ്. ഇത് എല്ലാ പാരന്റ്സും കേൾക്കാൻ വേണ്ടി കൂടിയാണ് പറയുന്നത്. ഡെറക് റെഡ്മണ്ട് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് അത്ലറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ബാഴ്സലോണയിൽ നടന്നിട്ടുള്ള ഒരു മത്സരത്തിൽ 400 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. 1992 സംഭവിച്ചത്. അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, കുതിച്ചോടുന്ന സമയത്ത് പാതി വഴിയിൽ അദ്ദേഹം വീണു. മനസ്സിലായി? കാലിന് പെട്ടെന്നൊരു വേദനയുണ്ടായി. അദ്ദേഹം താഴെ. അദ്ദേഹം പക്ഷേ ആ റിലേയിൽ, ആ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തിന്റെ പേരിൽ അദ്ദേഹം എണീറ്റു. അതിനുശേഷം തന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അദ്ദേഹം കുതിച്ചോടാൻ തുടങ്ങി. കാല് വേച്ച് 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 അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ടോടി. ഈ സമയത്ത് ഗാലറിയിൽ നിന്നും ട്രാക്കിലേക്ക് ഒരാൾ കുതിച്ചു കയറി. അതാരാണെന്ന് മനസ്സിലാവാതെ സെക്യൂരിറ്റിക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. പക്ഷെ ആ സെക്യൂരിറ്റിക്കാരെ തള്ളി മാറ്റിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഡെറക്, ഇത് എന്റെ മകനാണ്. ഇവനെ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാനും ഉണ്ടടാ നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവസാനം വരെ ആ അച്ഛൻ ഓടി തീർത്തു. You raise me up so I can stand on mountains. You raise me up. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അച്ഛനമ്മമാർ ചെയ്യേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും വീഴുകയാണെങ്കിൽ അവരോട് നമ്മൾ പറയണം, വീഴുന്നത് തെറ്റല്ല, വീണിടത്ത് നിന്ന് എണീക്കാതിരിക്കുന്നതാണ് തെറ്റ്. അത് പറയാനുള്ള ഉത്തരവാദിത്വം അച്ഛനമ്മമാർക്ക് ഉണ്ടാവണം.